ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 ലേറ്റസ്റ്റായി റിലീസായ കർത്തവ്യ എന്നൊരു അടിപൊളി ഹിന്ദി സിനിമയാണ്. ഈ സിനിമയിൽ ഹീറോ ഒരു പോലീസുകാരനാണ്. ഹീറോ ഇന്ത്യയിലെ തന്നെ ഒരു ഫേമസ് ജേർണലിസ്റ്റിനെ സുരക്ഷിതമായി പോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ ശ്രമിക്കുമ്പോൾ അവരെ ആരോ കൊലപ്പെടുത്തുന്നു. ഹീറോയുടെ കൺമുൻപിലിട്ടാണ് അവരെ കൊല്ലുന്നത്. കൊലപാതകി അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. ഈ കൊലയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇതാണ് സിനിമയുടെ വൺ ലൈൻ. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി തരണേ. കഥ ആരംഭിക്കുന്നത് ഹരിയാനയിലെ ചാംലി എന്നൊരു നഗരത്തിൽ നിന്നാണ്. അവിടെ നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഒരൊറ്റ മുഖമേ തെളിയുകയുള്ളൂ. അത് SHO പവനാണ്. പവൻ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനല്ല. ഇന്നും യൂണിഫോമിനെ വെറുമൊരു ജോലി മാത്രമായി കാണാതെ തന്റെ കടമയായി കരുതുന്ന അപൂർവം ചില സത്യസന്ധരായ പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് അദ്ദേഹം. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് കുറച്ച് സവിശേഷമായ ഒന്നായിരുന്നു. കാരണം ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റാഫും മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷത്തിൽ ആദ്യമായി കുറച്ചൊരു ചിരിയും സന്തോഷവും കാണായിരുന്നു. ഇതിനിടയിൽ പവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അശോക് അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകുന്നു. വെളുത്ത ഷൂസ്. കാരണം പവന് വെളുത്ത ഷൂസ് ധരിക്കാൻ വളരെ ഇഷ്ടമാണ്. ജോലിയുടെ കർക്കശതയ്ക്ക് പിന്നിൽ പവനും ഒരു സാധാരണ മനുഷ്യനാണെന്ന് അശോകിന് നന്നായി അറിയായിരുന്നു. എന്നാൽ ഒരു പക്ഷേ അന്ന് വിധി പവനായിക്ക് കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റാഫ് മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ജന്മദിനം ആഘോഷിക്കാൻ മാത്രമല്ലായിരുന്നു. അവർക്കവിടെ ദേശീയ മാധ്യമ പ്രവർത്തകയായ റീമ ദത്തെ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഒപ്പം അവർക്ക് സുരക്ഷയും ഒരുക്കണം. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് എന്തിനാണ് ഇത്രയധികം കനത്ത സുരക്ഷയെന്ന് ആർക്കും മനസ്സിലായില്ല. റീമ ഏതെങ്കിലും വലിയ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു, അതോ ചില ശക്തരായ ആളുകൾ ഭയപ്പെടുന്ന തരത്തിലുള്ള വല്ല സത്യവും അവളുടെ പക്കലുണ്ടായിരുന്നു? എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ റീമ ദത്ത സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പോലീസ് അവളെ സുരക്ഷാ വലയത്തിലാക്കി അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങാണ്. റീമ മറ്റൊരു കാറിലാണ് ഇരിക്കുന്നത്. പവനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മറ്റൊരു വാഹനത്തിൽ അവളുടെ തൊട്ടു പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. എല്ലാം തികച്ചും സാധാരണമായി തോന്നി. റോഡുകൾ ശാന്തായിരുന്നു. അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ നഗരം മുഴുവൻ നടുങ്ങാൻ പോവുകയാണെന്ന് ആരും ഊഹിച്ചിട്ട് പോലുമില്ലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അതിവേഗത്തിൽ 2 ബൈക്ക് യാത്രികർ അവിടേക്ക് വരുന്നത്. അവരുടെ കൈകളിൽ തോക്കുണ്ടായിരുന്നു. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവർ റീമ ദത്തയുടെ കാറിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ചുറ്റും പരിഭ്രാന്തി പടർന്നു. ആളുകൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം റീമ ദത്ത അവിടെ വെടിയേറ്റു മരിച്ചു. എന്നാൽ കാര്യം ഇവിടെ അവസാനിച്ചില്ല. ഈ ആക്രമണത്തിൽ പവന്റെ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു. അശോകിന് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ പവനും അങ്ങനെ മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. അവനുടനെ തന്നെ തിരിച്ചു വെടിവെക്കുകയും ആ ഏറ്റുമുട്ടലിൽ 2 അക്രമികളിൽ ഒരാളെ സംഭവസ്ഥലത്ത് തന്നെ വധിക്കുകയും ചെയ്തു. രണ്ടാമത്തെ അക്രമി ഇരുട്ടിന്റെയും ജനക്കൂട്ടത്തിന്റെ പരിഭ്രാന്തിയുടെയും മറവിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ റീമ ദത്ത കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത നഗരത്തെ മുഴുവൻ പിടിച്ചുലച്ചു. കാരണം ഇതൊരു കൊലപാതകം മാത്രമല്ലായിരുന്നു. ഒരു ദേശീയ മാധ്യമ പ്രവർത്തക പോലീസ് സുരക്ഷയിലായിരിക്കെ നടുറോഡിൽ വെച്ചാണ് പകൽ വെളിച്ചത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവം പോലീസ് വകുപ്പിന്റെ വിശ്വാസ്യതയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതായിരുന്നു. പിറ്റേന്ന് രാവിലെ എല്ലാ വാർത്താ ചാനലുകളിലും ഒരൊറ്റ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെന്നാൽ മാധ്യമപ്രവർത്തകർ പോലും ഇവിടെ സുരക്ഷിതരല്ലേ? നഗരം മുഴുവൻ ഈ കേസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് SHO പവനുമേലുള്ള സമ്മർദ്ദം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പവനുള്ളിൽ ഭയന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോഴും ആ ഗാംഭീര്യം പ്രകടമായിരുന്നു. തുടർന്ന് പവൻ തന്റെ സീനിയർ IPS ഓഫീസറായ കേശവിനെ കാണാനെത്തുന്നു. പവൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടന്നയുടൻ കേശവ് ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. കാരണം ഇതൊരു ചെറിയ സംഭവമായിരുന്നില്ല. പോലീസ് സംരക്ഷണയിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ മാധ്യമ പ്രവർത്തകയുടെ കൊലപാതകം. ഈ കേസ് ഇപ്പോ നേരിട്ട് സർക്കാരിലേക്കും മാധ്യമങ്ങളിലേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. കേശവ് പവന് നേരെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, നിന്റെ അനാസ്ഥ കാരണം ഡിപ്പാർട്ട്മെന്റിന് ആകെ ചീത്തപ്പേരുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ പവനെ സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ പവൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നു, തെറ്റെന്റെ ഭാഗത്താണെങ്കിൽ അത് തിരുത്തുന്നതും ഞാൻ തന്നെയായിരിക്കും. ഒരാഴ്ചക്കുള്ളിൽ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. പവന്റെ കണ്ണുകളിൽ ഭയത്തേക്കാൾ ദേഷ്യമാണ് കാണാനുണ്ടായിരുന്നത്. കാരണം ഈ സംഭവം ഇപ്പോൾ കേവലം ഔദ്യോഗികമായ ഒന്നല്ല, മറിച്ച് അവന്റെ സത്യസന്ധതയുടെയും അന്തസ്സിന്റെയും പ്രശ്നമായി മാറിയിരുന്നു. ഇതിനുശേഷം പവൻ തന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ വീട്ടിലെ അന്തരീക്ഷവും ശാന്തമായിരുന്നില്ല. വീടിന് വെളിയിൽ നിന്ന് തന്നെ വലിയ ബഹളം കേൾക്കാമായിരുന്നു. ഉള്ളിലേക്ക് ചെന്നപ്പോ രവി എന്നു പേരുള്ള ഒരാൾ പവന്റെ പിതാവ് ഹരിഹറുമായി തർക്കിക്കുന്നത് കണ്ടു. ഇവിടെയാണ് കഥയിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ പവന്റെ അനിയൻ ദീപക് രവിയുടെ സഹോദരിയുമായി ഒളിച്ചോടിയിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ ഇപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം. എന്നാൽ തന്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ഹരിഹർ തയ്യാറായിരുന്നില്ല. എങ്കിലും ഹരിഹറിന് ഏറ്റവും വലുത് കുടുംബമല്ല, തന്റെ തലപ്പാവാണ്, അന്തസ്സാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ സമൂഹത്തിലെ അന്തസ്സിനാണ് ഏറ്റവും മുൻഗണന. ആ അന്തസ്സിന് തടസ്സമായി സ്വന്തം കുടുംബം വന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അദ്ദേഹം ദേഷ്യത്തോടെ രവിയോട് പറയുന്നു, ദീപക് നിന്റെ പെങ്ങളെയും കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ
അതിനുള്ള ശിക്ഷ അവന് ഉറപ്പായും ലഭിക്കും. ഹരിഹറിന്റെ വാക്കുകളിൽ നിന്നും അയാൾ ബന്ധത്തെക്കാൾ സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാളാണെന്ന് വ്യക്തമായിരുന്നു. ഇതിനുശേഷം പവൻ തന്റെ മകനെ കാണുന്നു. ഇവിടെ കഥ അല്പം വൈകാരികമാവുകയാണ്. കാരണം അവന്റെ മകനും അവന് വെളുത്ത ഷൂസ് തന്നെയാണ് സമ്മാനമായി നൽകുന്നത്. ഒരു വശത്ത് പുറം ലോകത്ത് വെടിയുണ്ടകളും ഗൂഢാലോചനകളും രക്തച്ചൊരിച്ചിലും നടക്കുമ്പോൾ മറുവശത്ത് പവന്റെ കുടുംബം ഇപ്പോഴും ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ പവന്റെ മനസ്സിൽ ഈ സമയം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദീപക് ഇപ്പോ എവിടെയാണ്? താൻ ഇടപെട്ടില്ലെങ്കിൽ ദേഷ്യം മൂത്ത ഗ്രാമവാസികൾ ദീപകിനെ എന്തും ചെയ്യുമെന്ന് പവന് നന്നായി അറിയായിരുന്നു. അതിനാൽ അവൻ നേരെ ദീപകിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണാൻ പോവുകയാണ്. ആദ്യം ആ ചെറുപ്പക്കാരൻ സാധാരണ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പവൻ പരിചയസമ്പന്നനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. മനുഷ്യരുടെ മുഖഭാവം വായിക്കാൻ അയാൾക്ക് നന്നായി അറിയാം. പവൻ അവനോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം കാര്യങ്ങൾ വളച്ചൊടിച്ച് സംസാരിക്കുന്നു. ഇത് കേട്ട് അവൻ സ്വയം ഭയപ്പെടാൻ തുടങ്ങുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ദീപക് ശരിക്കും ആ പെൺകുട്ടിയുമായി ഒളിച്ചോടിയതാണെന്ന് പവനും മനസ്സിലാവുന്നു. അവന്റെ സുഹൃത്ത് അങ്ങേയറ്റം പരിഭ്രാന്തനായി കാണപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു. തുടർന്ന് കഥയിലേക്ക് ജാംലി നഗരത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ബാബ ആനന്ദശ്രീ കടന്നുവരുന്നു. ജാംലിയിൽ ആനന്ദശ്രീ വെറും ഒരു ബാബ മാത്രമല്ല, ആളുകൾ അദ്ദേഹത്തെ ദൈവത്തിന്റെ രൂപമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ദിവസവും 10,000-കണക്കിന് ആളുകൾ വരാറുണ്ട്. ചിലർ രോഗശാന്തിക്കായി, ചിലർ തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, ചിലർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ മാത്രം. നഗരത്തിലെ വലിയ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരുമെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു വണങ്ങുന്നു. ആനന്ദശ്രീ ആരെക്കുറിച്ചെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും ആളുകൾ കണ്ണും പൂട്ടി അത് വിശ്വസിക്കും. എന്നാൽ തിളങ്ങുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ആനന്ദശ്രീ പുറമേക്ക് എത്രത്തോളം സന്യാസിയും സത്യസന്ധനുമായി കാണപ്പെടുന്നുവോ അത്രയും ക്രൂരനാണ് യഥാർത്ഥത്തിൽ അയാൾ. അവന്റെ വെളുത്ത വസ്ത്രത്തിന് പിന്നിൽ ഭയാനകമായ കറുത്ത സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ആനന്ദശ്രീ തന്റെ ആശ്രമത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒട്ടനവധി കുട്ടികളെ പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ ആശ്രമം ഒരു പവിത്രമായ സ്ഥലമല്ല, മറിച്ച് ആ പാവം കുട്ടികൾക്കുള്ള തടവറയായിരുന്നു. ആനന്ദശ്രീ ആ കുട്ടികളോട് മോശമായി പെരുമാറുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും പേടിപ്പിച്ച് തനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കുട്ടികൾക്ക് ശബ്ദമുയർത്താനോ സഹായം ചോദിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. കാരണം നഗരം മുഴുവൻ ആ ബാബയെ ദൈവമായിട്ടാണ് കണ്ടിരുന്നത്. ഇതിനിടയിൽ ആനന്ദശ്രീയുടെ വിശ്വസ്തരായ ചില ആളുകൾ ഹർപാൽ എന്ന കുട്ടിയുടെ അടുത്തെത്തുന്നു. അവിടെ വെച്ചാണ് കഥയിലെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ റീമ ദത്തയുടെ കൊലപാതകം നടത്തിയത് വലിയ ഗുണ്ടകളാരോ ആയിരുന്നില്ല, മറിച്ച് വെറും 16 വയസ്സുള്ള ഹർപാൽ എന്ന കുട്ടിയും അവന്റെ കൂട്ടാളിയും ചേർന്നായിരുന്നു. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ കുറ്റകൃത്യം എന്നത് ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ആനന്ദശ്രീയുടെ ആളായ നിർമ്മൽ ഹർപാലിന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, ബാബ നിനക്കായി എന്തോ അയച്ചിട്ടുണ്ട്. എന്നാൽ ഹർപാലിന് അപ്പോഴേക്കും കാര്യങ്ങൾ മനസ്സിലായിരുന്നു. തന്നെ എന്തിനാണ് ഉപയോഗിച്ചത്, അതിനുശേഷം ഇപ്പോൾ അവർ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഹർപാലിന്റെ മുഖത്തും ഭയം വ്യക്തമായിരുന്നു. പെട്ടെന്ന് അവൻ വേഗത്തിൽ തന്നെ മുറിയിലേക്ക് ഓടിക്കയറി. മുറിയിലെത്തിയുടൻ അവൻ തോക്കെടുത്ത് നിർമ്മലിനും അവന്റെ ആളുകൾക്കും നേരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വെടിയുതിർക്കാൻ തുടങ്ങി. പ്രദേശം മുഴുവൻ വെടിയൊച്ചകൾ കൊണ്ട് മുഴങ്ങി. എന്നാൽ ആ ബഹളത്തിനിടയിൽ ഹർപാൽ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് കയ്യിൽ വെടിയേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന അശോകിനെയാണ് നമ്മൾ കാണുന്നത്. പവൻ അവിടെ അവനെ കാണാൻ എത്തുന്നുണ്ട്. അദ്ദേഹം അവിടെ അശോകിനെ നന്നായി പരിചരിക്കുന്നു. തനിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന സസ്പെൻഷൻ ഭീഷണിയെക്കുറിച്ച് അവൻ അശോകിനോട് പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ താൻ സസ്പെൻഡ് ചെയ്യപ്പെടും. തുടർന്ന് പവന്റെ പിതാവ് ഹരിഹർ അവിടുത്തെ ഗ്രാമത്തലവനെ കാണാൻ പോകുന്നു. ഒരുപാട് ആളുകൾ ഒത്തുകൂടിയ സ്ഥലത്ത് വെച്ച് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രാമത്തലവൻ പറയാണ്, മുൻപും പലതവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആൺകുട്ടിയും പെൺകുട്ടിയും പിടിക്കപ്പെടുമ്പോഴെല്ലാം അവർ കൊല്ലപ്പെട്ടിട്ടേയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ. എന്നാൽ ഹരിഹർ പറയുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമെന്ന്. വിരലിൽ ക്യാൻസർ ബാധിച്ച ആ വിരൽ മുറിച്ചു കളയുകയേ വഴിയുള്ളൂ. അടുത്ത ദിവസം ചില റിപ്പോർട്ടർമാർ പവന്റെ അടുത്ത് വരുന്നതായി നമ്മൾ കാണുന്നു. റീമ ദത്ത യഥാർത്ഥത്തിൽ ആനന്ദശ്രീയെ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ജാംലിയിലേക്ക് വന്നതെന്ന് അവർ പവനോട് വെളിപ്പെടുത്തുന്നു. അവൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായി അറിയില്ലെങ്കിലും റീമ ജാംലിയിലെത്തിയത് ആനന്ദശ്രീയെ ലക്ഷ്യമിട്ട് തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത് കേട്ട പവൻ അമ്പരന്നു പോയി. കാരണം ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ആനന്ദശ്രീ തന്നെയാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. മറുവശത്ത് ഹർപാൽ ആനന്ദശ്രീയുടെ ഗുണ്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി നടക്കുകയായിരുന്നു. അവൻ പല സ്ഥലങ്ങളിലും ഒളിച്ചു താമസിക്കുന്നു. ഈ അവസരത്തിൽ അവൻ തന്റെ മാതാപിതാക്കളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിൽ നിന്നും അവൻ അത്രയേറെ അകന്നു പോയിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പവൻ തന്റെ ഭാര്യ വർഷയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ ദീപക്കും പ്രീതിയും ഒളിച്ചോടിയ കാര്യം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് വർഷ വെളിപ്പെടുത്തുന്നു. കൂടാതെ അവർ ഇപ്പോൾ എവിടെയാണുള്ളതെന്നും വർഷയ്ക്ക് അറിയാമായിരുന്നു. വിവരമറിഞ്ഞ പവൻ വർഷയും കൂട്ടി പ്രീതിയും ദീപക്കും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തിയ പവൻ ആദ്യം തന്നെ ദീപകിന്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു, മറ്റൊരു ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കില്ലെന്ന് നിനക്ക് നന്നായി അറിയാമായിരുന്നില്ലേ? എന്നിട്ടും നീ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടിയത്? ദീപക് മറുപടി പറയാണ്, പ്രണയം ജാതി നോക്കിയല്ല ഉണ്ടാവുന്നത്,
അത് സംഭവിക്കുന്നതാണ്. പവൻ ദീപകിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമൂഹം നിങ്ങളെ ഒരിക്കലും സ്വീകരിക്കില്ല. സമൂഹത്തിന്റെ കാര്യം പോട്ടെ, നിന്റെ സ്വന്തം അച്ഛൻ പോലും നിന്നെ സ്വീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും എത്ര അകലെയായിരിക്കുന്നോ അതാണ് നല്ലത്. എന്നാൽ ദീപക്കും പ്രീതിയും താമസിച്ചിരുന്ന സ്ഥലം അത്ര സുരക്ഷിതമായിരുന്നില്ല. അടുത്ത ദിവസം മുതൽ അശോക് വീണ്ടും ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു. അവൻ പവന്റെ അടുത്തെത്തി ഒരു CCTV ദൃശ്യത്തിലൂടെ അക്രമികൾ ഉപയോഗിച്ച ബൈക്കിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചതായി അറിയിക്കുന്നു. തുടർന്ന് അവർ ആ ബൈക്കിനെ കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ അവർ ആ ബൈക്കിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുന്നു. എന്നാൽ ആ മനുഷ്യൻ പറയുന്നു, ഈ ബൈക്ക് എന്റേതാണ്, പക്ഷേ ഒരാഴ്ച മുമ്പ് ഇത് മോഷ്ടിക്കപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ചൊരു പരാതിയും നൽകിയിരുന്നു. അതിനാൽ ആ മനുഷ്യന് ഇതിൽ പങ്കില്ലെന്ന് പവന് വ്യക്തമായി. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ആനന്ദശ്രീയുടെ കരങ്ങളാകാമെന്ന് പവൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആനന്ദശ്രീയുടെ ആശ്രമത്തിലേക്ക് നേരിട്ട് പോകാൻ പവൻ തീരുമാനിക്കുകയാണ്. അശോകിന് വലിയ ഭയമുണ്ടായിരുന്നുവെങ്കിലും പവൻ ആനന്ദശ്രീയുടെ ആശ്രമത്തിലേക്ക് തന്നെ കുതിക്കുന്നു. ആനന്ദശ്രീ അതീവ അപകടകാരിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ അശോകിന് ഒന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ പവൻ ഒട്ടും ഭയമില്ലാതെ ആനന്ദശ്രീയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ താൻ എത്രത്തോളം ശക്തനാണെന്നും എന്തെങ്കിലും ഒളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്നും പറഞ്ഞ് പവനെ ഭീഷണിപ്പെടുത്താനാണ് ആനന്ദശ്രീ ശ്രമിച്ചത്. തുടർന്ന് പഞ്ചായത്ത് സഭയ്ക്ക് മുന്നിൽ രവി എത്തുന്ന രംഗാണ് നമ്മൾ കാണുന്നത്. രവി ഹരിഹറിനോട് പറയുന്നു, നിന്റെ മകനെ ഞങ്ങൾ കൊല്ലുക തന്നെ ചെയ്യും. മുൻപ് ഒളിച്ചോടിയവർക്ക് ഈ ശിക്ഷ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഹരിഹർ പ്രതികരിക്കുന്നു, മറ്റുള്ളവർക്ക് ആ ശിക്ഷയാണ് ലഭിച്ചതെങ്കിൽ എന്റെ മകനും ആ ശിക്ഷ തന്നെ ലഭിക്കണം. പിന്നീട് അശോകിനും പവനും നേരെ കേശവ് അലറി വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം കേശവന്റെ അഭിപ്രായത്തിൽ അവർ ആനന്ദശ്രീയുടെ ആശ്രമത്തിൽ പോകാൻ പാടില്ലായിരുന്നു. IPS ഓഫീസറായ കേശവന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവൻ ആനന്ദശ്രീയുടെ വരുതിയിലാണ് കഴിയുന്നത്. അതായത് കേശവന് ആനന്ദശ്രീക്കെതിരെ പോകാനോ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കേശവ് പവനോട് മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. കൊലപാതകം നടത്തിയത് ഹർപാൽ എന്ന 16 വയസ്സുകാരനായ ഒരു കുട്ടിയാണ്. ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുക എന്നോർത്ത് പവൻ അമ്പരന്നു പോയി. പിന്നീട് പവനും അശോകും ഒരുമിച്ചിരിക്കുമ്പോൾ തന്റെ അനിയനായ ദീപക് പ്രീതിയുമായി ഒളിച്ചോടിയ കാര്യവും അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലവും പവൻ അശോകിനോട് വെളിപ്പെടുത്തുന്നു. എന്നാൽ ആ സ്ഥലം സുരക്ഷിതമല്ലെന്ന് അവൻ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ അശോക് പറയുന്നു, എന്റെ പക്കൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ട്. അവിടെ പ്രീതിയും ദീപക്കും സുരക്ഷിതരായിരിക്കും. അതേസമയം വീട്ടിൽ വെച്ച് ഹരിഹർ സാധനങ്ങൾ തല്ലിപ്പൊളിക്കുകയായിരുന്നു. ദീപക് പെൺകുട്ടിയുമായി ഒളിച്ചോടിയതിന് തെളിവായി എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ അയാൾ ദീപകിന്റെ മുറി മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. അവിടെ പവനും ഉണ്ടായിരുന്നു. തന്റെ അച്ഛൻ തന്റെ മകനെ പഞ്ചായത്തിൽ കൊണ്ടുപോയെന്നും അവിടെ നിന്ന് അവൻ ചീത്തക്കാര്യങ്ങൾ പഠിക്കുവാണെന്നും പവന് മനസ്സിലായി. ഇതവനെ അത്യധികം വിഷമിപ്പിച്ചു. അവൻ തന്റെ അച്ഛനോട് പറഞ്ഞു, ദീപകിന്റെ അനിയൻ കൂടിയാണ്. അവന്റെ മേലെ എനിക്കും തുല്യമായ അവകാശമുണ്ട്. എന്റെ സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരായാലും ഞാൻ വെറുതെ വിടില്ല. അതിപ്പോ എന്റെ സ്വന്തം അച്ഛനായാലും ശരി. അതിനുശേഷം പവൻ അശോകിനൊപ്പം ഹരിപാലിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഹരിപാൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പവൻ അച്ഛനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പൂർണ്ണമായും ആനന്ദശ്രീയോടൊപ്പം ചേർന്നവനാണെന്ന് മനസ്സിലായി. അവൻ ബാബയെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെതിരെ പോകാൻ അയാൾക്ക് കഴിയില്ല. ഹരിപാലിനെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ആനന്ദശ്രീയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി വിട്ടത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അശോക് ചോദിക്കുന്നു, ഹരിപാൽ എന്നൊരു ചെറിയ കുട്ടിക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? പിന്നീട് നമ്മൾ കാണുന്നത് പോലീസിന്റെ പല ചെക്ക് പോയിന്റുകളിലും അവർ ഹരിപാലിനായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഹരിപാൽ അവിടെ ഒരു ബസ്സിലുണ്ടായിരുന്നു. ബസ് പരിശോധിച്ചപ്പോൾ ഹരിപാലിനെ കണ്ടെത്തുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചെങ്കിലും പിടിയിലാവുന്നുണ്ട്. തുടർന്ന് പവനെയും അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. പവൻ ഹരിപാലുമായി സംസാരിക്കുമ്പോൾ ആനന്ദശ്രീയുടെ ക്രൂരതകളെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും അവൻ തുറന്നു പറയാണ്. അവൻ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഇതേ തുടർന്ന് പവൻ ഹരിപാലിന്റെ കുറ്റസമ്മതം മൊഴി രേഖപ്പെടുത്തുകയും നാളെ നിന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും നിനക്കുടൻ തന്നെ ഇതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും ഉറപ്പു നൽകാണ്. മാത്രമല്ല ആനന്ദശ്രീക്കെതിരെ കോടതിയിൽ സാക്ഷി പറയാൻ ഹരിപാൽ സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും ആനന്ദശ്രീ തന്നെയാണെന്ന് പവന് ഉറപ്പായി. കാരണം ആ കുട്ടി പറഞ്ഞതെല്ലാം തികച്ചും സത്യമായിരുന്നു. പിറ്റേന്ന് പവനും അശോകും ഹരിപാലുമായി കോടതിയിലേക്ക് പോകുന്നു. ആദ്യം പവൻ ഹരിപാലിനെ കാറിലിരുത്തി ചില ഫയലുകളുമായി കോടതിക്കുള്ളിലേക്ക് പോകുന്നു. എന്നാൽ തിരികെ പുറത്തിറങ്ങിയപ്പോ കാറിൽ അശോകും ഹരിപാലും ഇരിക്കുന്നത് അവൻ കാണുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ കേശവും എത്തിയിരുന്നു. അവൻ ഹരിപാലിനെ തന്റെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് കണ്ട് പവൻ അവർക്ക് പിന്നാലെ ഓടിയെങ്കിലും അപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയിരുന്നു. തുടർന്ന് പവൻ കേശുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ അവനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഈ ഫയലുകളെല്ലാം കോടതിയിൽ സമർപ്പിക്കും. കാരണം ഹരിപാല് കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു എന്ന് പവൻ പറയാണ്. ഫോണിലൂടെ കേശവ് പവന് നേരെ അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ പവനും ദേഷ്യം വരുന്നു. ആ ചെറിയ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. തുടർന്ന് കേശവ് അവിടെ നിന്ന് പോകുന്നു. കാരണം പവന്റെ പക്കൽ കുറ്റസമ്മതം മൊഴി ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുറ്റസമ്മതം മൊഴി കോടതിയിൽ സമർപ്പിച്ചാൽ
ഹരിപാലും ജയിലിലാകുമെന്നും അങ്ങനെയെങ്കിൽ സിസ്റ്റം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകില്ലെന്നും പവൻ തിരിച്ചറിയുന്നു. കൂടാതെ കേശവനെ പൂർണ്ണമായും എതിർക്കാനും അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൻ കേശവനെ കണ്ട് സംസാരിക്കുന്നു. കേശവ ആനന്ദശ്രീക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പവൻ അറിയാമായിരുന്നു. അവൻ കേശവനോട് പറയുന്നു, എനിക്ക് നിന്നോടൊരു കരാറുണ്ട്. ഞാൻ ഹരിപാലിനെ നിനക്ക് വിട്ടുതരില്ല. പകരം അവനെ ഈ സംസ്ഥാനത്തിന് വെളിയിലേക്ക് സുരക്ഷിതമായി മാറ്റാം. ഒപ്പം ആ കുറ്റസമ്മതം മൊഴി ഞാൻ നിനക്ക് തരില്ല, കോടതിയിൽ സമർപ്പിക്കുകയില്ല. ഹരിപാലിനെ രക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ആനന്ദശ്രീയെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാണ്. നമ്മൾ കൈകോർത്താൽ രണ്ടുപേർക്കും രക്ഷപ്പെടാം. അങ്ങനെ പവനും കേശവും തമ്മിൽ ഒരു ധാരണയിലെത്താണ്. പവൻ ഹരിപാലിനെയും കേശവ് ആനന്ദശ്രീയെയും തൽക്കാലത്തേക്ക് രക്ഷിച്ചു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി ശരിയായിരുന്നില്ല. ഹരിപാൽ ഇപ്പോഴും സുരക്ഷിതനല്ലെന്ന് പവന് നന്നായി അറിയായിരുന്നു. അതുകൊണ്ട് അവനെ സുരക്ഷിതമായി സംസ്ഥാനത്തിന് പുറത്തെത്തിക്കണം. പവന് നേരിട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവൻ ഹരിപാലിനോട് പറയുന്നു, അശോക് അങ്കിള് നിന്റെ കൂടെ വരും. അദ്ദേഹം നിന്നെ സുരക്ഷിതമായി അതിർത്തി കടത്തിവിടും. ഇതിനുശേഷം പത്രസമ്മേളനത്തിൽ ആക്രമണത്തിന് പിന്നിൽ പവന് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രീമാദ്യത്തെ രക്ഷിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും അക്രമികൾ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അറിയിക്കുന്നു. അങ്ങനെ ആ കേസ് അവിടെ അവസാനിക്കാൻ പോവുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അശോക് പറഞ്ഞ സുരക്ഷിതമായ ആ സ്ഥലത്തേക്ക് പവൻ ദീപകിനെയും പ്രീതിയെയും കൊണ്ടുപോകുന്നതാണ്. എന്നാൽ പവൻ അവരോട് പറയുന്നു, ഈ സ്ഥലം അത്ര വലിയ സുരക്ഷിതമല്ല. 2-3 ദിവസം ഇവിടെ കഴിഞ്ഞതിന് ശേഷം മറ്റെവിടെയെങ്കിലും മാറണം. അതിനായി ഞാൻ പണം തരാം. നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ചെറുപ്പമാണ്. ജീവിതത്തിൽ നല്ലതെന്തെങ്കിലും ചെയ്യണം. നമ്മളിനി അടിക്കടി കാണാൻ പാടില്ല. പിറ്റേന്ന് തന്റെ അച്ഛൻ തന്നോട് ദേഷ്യത്തിലാണെന്ന് പവൻ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം അവനോട് ശരിയായി സംസാരിക്കുന്നു പോലുമില്ല. ദീപകിനെ കണ്ടുകിട്ടിയാൽ താൻ കൊന്നുകളയുമെന്ന വാശിയിലാണ് അദ്ദേഹം. കാരണം തന്റെ അന്തസ്സിനും അഭിമാനത്തിനും മുന്നിൽ മകന് യാതൊരു വിലയുമില്ലെന്ന് അദ്ദേഹം കരുതുന്നു. പവൻ ഈ കാര്യങ്ങളെല്ലാം അശോകിനോട് പറയുന്നുണ്ട്. തന്റെ അച്ഛൻ ദീപകിനെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ലെന്നും സമൂഹത്തിന് മുന്നിൽ അന്തസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് വലുതെന്നും പവൻ പറയുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഹരിപാലിന്റെ അച്ഛൻ അവിടെ വരുന്നു. ഹരിപാലിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും അവസാനമായി മകനോട് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയാണ്. ഇത് കേട്ട പവൻ ഹരിപാലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പവൻ അവനൊരു മൊബൈൽ നൽകിയിരുന്നു. എന്നാൽ ആ നമ്പറിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് പവനെ ആശങ്കയിലാക്കുന്നു. മറുവശത്ത് രവി പഞ്ചായത്ത് അംഗങ്ങളെയും കൂട്ടി ഹരിഹറിന്റെ അടുത്തെത്തുന്നു. ദീപക്കും പ്രീതിയും എവിടെയാണെന്ന് കണ്ടെത്തിയെന്നും അവരെ എങ്ങനെ കൊല്ലണമെന്നും അതിനായി എത്ര പേർ പോകണമെന്നും തീരുമാനിക്കണമെന്നും അവൻ പറയുന്നു. ഹരിഹറിന്റെ ഭാഗത്തു നിന്ന് 5 പേരും രവിയുടെ ഭാഗത്തു നിന്ന് 5 പേര് പോകണമെന്നും മുൻപൊളിച്ചോടിയവർക്ക് നൽകിയ അതേ ശിക്ഷ ദീപക്കിനും പ്രീതിക്കും നൽകണമെന്നും പഞ്ചായത്ത് തീരുമാനിക്കുകയാണ്. ഈ സമയം പവൻ ഹരിപാലിനെ വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മണിക്കൂറായി യാതൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് പവന്റെ ആശങ്ക വർദ്ധിപ്പിച്ചു. പവൻ അശോകിനോട് ചോദിക്കുന്നു, നീ അവനെ സുരക്ഷിതമായി തന്നെയാണോ വിട്ടത്? അശോക് മറുപടി നൽകുന്നു, ഞാൻ അവനെ വളരെ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ അവന്റെ ഫോൺ കേടായതാകാം. എന്നാൽ പവന് മറ്റാരെയോ ആണ് സംശയമുണ്ടായിരുന്നത്. പിറ്റേന്ന് അവൻ കേശവന്റെ അടുത്ത് ചെന്ന് ഹരിപാൽ എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ കേശവന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ പവൻ പറയുന്നു, ഇതിനെല്ലാം പിന്നിൽ നിന്റെ കൈകളാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഹരിപാലിന് എന്തെങ്കിലും സംഭവിച്ച അവന്റെ കുറ്റസമ്മതം മൊഴി ഇപ്പോഴെന്റെ പക്കലുണ്ട്. അത് ഞാൻ കോടതിയിൽ ഹാജരാക്കും. ഇത് കേട്ട കേശവ് ഉടൻ തന്നെ ആനന്ദശ്രീയുടെ അടുത്തെത്തി പറയുന്നു, ഹരിപാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പവൻ ആ കുറ്റസമ്മതം മൊഴി കോടതിയിൽ നൽകും. അപ്പോൾ ആനന്ദശ്രീ ചോദിക്കുന്നു, ഇത്രയും ചെറിയൊരു പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എങ്ങനെയാണ് എന്നോടൊപ്പം നിൽക്കുക? നീ തന്നെ ഇത് പരിഹരിക്കണം. അതിനുശേഷം നിർമ്മൽ പവന്റെ വീട്ടിലെത്തുന്നു. തങ്ങൾ കുറ്റസമ്മതം മൊഴി വാങ്ങാനാണ് വന്നിരിക്കുന്നതെന്ന് അവൻ പറയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു. പവന്റെ അച്ഛൻ ഹരിഹർ ആനന്ദശ്രീയുടെ വലിയൊരു ഭക്തനാണ്. പവൻ നിർമ്മലിനോടും കൂട്ടാളികളോടും അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ നിർമ്മൽ അത് കൂട്ടാക്കാതെ പവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അവർ പവനെ ക്രൂരമായി മർദ്ദിക്കുകയും ഹരിപാല് കൊല്ലപ്പെട്ട വിവരം അവനെ അറിയിക്കുകയും ചെയ്യുന്നു. ഹരിപാലിന്റെ മരണത്തിന് പിന്നിൽ ഞങ്ങളാണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് അവനെ കൊന്നത്. പക്ഷെ അവന്റെ സ്ഥലം പറഞ്ഞു തന്നത് നിന്റെ സ്വന്തം സുഹൃത്തായ അശോകാണ്. ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് രംഗമാണ് കാണിക്കുന്നത്. അശോക് ഹരിപാലിനെയും കൊണ്ടുപോകുമ്പോൾ നിർമ്മലും കൂട്ടാളികളും അവരുടെ കാറിന് മുന്നിലെത്തുന്നു. ഹരിപാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നിർമ്മൽ അവനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഈ സത്യാവസ്ഥ അറിഞ്ഞ പവൻ പൂർണ്ണമായും തകർന്നുപോയി. കാരണം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അശോക് തന്നെ ചതിച്ചിരിക്കുകയാണ്. പവന്റെ മനസ്സ് പ്രക്ഷുബ്ധമായി. ഈ വ്യവസ്ഥിതിയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഒരു വശത്ത് ധർമ്മവും മറുവശത്ത് കർമ്മവുമാണ്. എന്നാൽ അവന് തന്റെ കർത്തവ്യം നിറവേറ്റേണ്ടതുണ്ടായിരുന്നു. ഇനി അവനൊന്നും ചിന്തിക്കില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. പവൻ തന്റെ തോക്കെടുത്ത് നേരെ അശോകന്റെ വീട്ടിലേക്ക് പോകുന്നു. പവന്റെ നെറ്റിയിലെ പരിക്ക് കണ്ട് അശോകൻ ചോദിക്കുന്നു, ഇതാരാ ചെയ്തത്? നമുക്ക് ഇപ്പോൾ തന്നെ അവന്റെ വീട്ടിൽ പോയി അവനെ തല്ലി ചതച്ചിട്ട് വരാം. എന്നാൽ പവൻ പറയുന്നു,
ഇതൊരു വലിയ പരിക്കൊന്നുമല്ല. നമ്മൾ ആനന്ദശ്രീയുടെ അടുത്തേക്ക് പോവാണ്. നീ ഒരു കാര്യം ചെയ്യ്. നിർമ്മലിനെ ആരുമില്ലാത്ത ഒരു വിജനമായ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്ത്. അശോക് അങ്ങനെ തന്നെ ചെയ്യുന്നു. അവിടെ എത്തുന്ന പവൻ നിർമ്മലിനോട് പറയുന്നു, എന്നോട് ക്ഷമിക്കണം. ഇതാണ് ഹരിപാലിന്റെ കുറ്റസമ്മത മൊഴി. ഇനിയെല്ലാം ശരിയാകും. അവിടെ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയ പവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് പറയുന്നു, കഥ ഇവിടെ തീർന്നിട്ടില്ല. തുടർന്ന് പവൻ നിർമ്മലിനെയും കൂട്ടാളികളെയും ക്രൂരമായി വധിക്കുന്നു. അതിനുശേഷം അവൻ അശോകിന്റെ അടുത്തേക്ക് വരാണ്. സൗഹൃദത്തിന്റെ മറവിൽ തങ്ങളെ ചതിച്ച അശോകനെ അവൻ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. പവൻ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ അശോക് പറയുന്നു, ഞാൻ മാത്രമല്ല ചതിയൻ, മറ്റൊരാൾ കൂടിയുണ്ട്. അത് നിന്റെ സ്വന്തം അച്ഛനാണ്. യഥാർത്ഥത്തിൽ ദീപക്കും പ്രീതിയും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അശോകിന് അറിയാമായിരുന്നു. അവൻ ആ വിവരം പഞ്ചായത്തിനെ അറിയിച്ചു. കാരണം പ്രീതി അശോകിന്റെ അതേ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണ്. തങ്ങളുടെ ജാതിയിലുള്ള ഒരു പെൺകുട്ടിയെ മറ്റൊരാൾ കൊണ്ടുപോയാൽ അവരെ കൊല്ലുക എന്നത് തങ്ങളുടെ ആചാരമാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹരിഹർ ദീപകിന്റെയും പ്രീതിയുടെയും അടുത്തേക്ക് പോയതും തന്റെ സ്വന്തം കൈകൾ കൊണ്ട് മകനെ കൊലപ്പെടുത്തിയതും. ഇത് കേട്ടപ്പോൾ അവൻ അശോകിനെ വെടിവെച്ചു കൊല്ലുന്നു. എന്നാൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായതറിഞ്ഞ് പവന് നിയന്ത്രിക്കാനാകാത്ത ദേഷ്യം വരാണ്. ഈ വ്യവസ്ഥിതിയെ സാധാരണ രീതിയിൽ നന്നാക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കുന്നു. അത്രയേറെ ജീർണത ഇതിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. മനുഷ്യരുടെ മനസ്സ് അത്രമേൽ വികൃതമായിരിക്കുന്നു. തുടർന്ന് പവനൊരു വ്യാജമൊഴി തയ്യാറാക്കുന്നു. തങ്ങളിവിടെ ആയുധങ്ങൾ കണ്ടെത്താൻ വന്നതാണെന്നും എന്നാൽ നിർമ്മൽ തങ്ങൾക്ക് നേരെ വെടിയുതിർത്തതിനാൽ സ്വയം രക്ഷയ്ക്കായി തിരിച്ചു വെടിവെക്കേണ്ടി വന്നതാണെന്നും ആ ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ഓഫീസറായ അശോക് കൊല്ലപ്പെട്ടുവെന്നും അവൻ രേഖപ്പെടുത്തുന്നു. കേശവ് അവിടെ എത്തുമ്പോൾ പവൻ അവനോട് പറയാണ്, ഈ വ്യവസ്ഥിതി ക്ലീനാക്കാനുള്ള സമയമായി. താൻ തന്നെയാണ് ആ 3 പേരെയും കൊന്നതെന്നും ഇനി നീയാണ് അടുത്തതെന്നും പവൻ കേശവിന് മുന്നറിയിപ്പ് നൽകുന്നു. നിന്റെ സർവീസിൽ ഇനി ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ചെയ്തോണം. ഇല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്നല്ല, ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. കേശവന് പവന്റെ ദേഷ്യവും ദൃഢനിശ്ചയവും മനസ്സിലാവുകയും അവൻ പവന്റെ വഴിക്ക് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അങ്ങേയറ്റം ദേഷ്യത്തോടെ പവൻ വീട്ടിലേക്ക് വരാണ്. സംഭവിച്ചതൊക്കെ കണ്ട് പരിഭ്രാന്തിയിലായിരുന്ന വർഷ അവിടെയുണ്ടായിരുന്നു. പവൻ നേരെ തന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് കൂടെ വരാൻ ആവശ്യപ്പെടുന്നു. അവൻ അച്ഛനോട് യാതൊരു ദയയും കാണിച്ചില്ല. അവരെ കാറിൽ കയറ്റി വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ്. അവിടെ എത്തിയ പവൻ തന്റെ അച്ഛനോട് പറയുന്നു, ദീപകിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആരെയും വെറുതെ വിടില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അതിപ്പോ എന്റെ സ്വന്തം അച്ഛനായാലും ശരി. നിങ്ങൾക്ക് അഭിമാനവും തലപ്പാവാണ് വലുതെങ്കിൽ എനിക്കെന്റെ കർത്തവ്യമാണ് വലുത്. നീ ചെയ്തത് തെറ്റാണ്. തുടർന്ന് പവൻ സ്വന്തം അച്ഛനെ വെടിവെച്ച് കൊല്ലാണ്. തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കാൻ അദ്ദേഹം മൃതദേഹം പൂർണ്ണമായി കത്തിച്ചു കളയുന്നു. അതിനുശേഷം പവൻ പറയുന്നു, ധർമ്മത്തിനും കർമ്മത്തിനും അപ്പുറം മനുഷ്യൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതാണ് കർത്തവ്യം. കർമ്മത്തിന് പിന്നാലെ പോയാൽ മനുഷ്യൻ ധർമ്മം മറക്കും. ധർമ്മത്തിന് പിന്നാലെ പോയാൽ കർമ്മം മറക്കും. എന്നാൽ കർത്തവ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ വില്ലനായ ആനന്ദശ്രീ ജയിലിലായോ ഇല്ലയോ എന്നതിനെക്കുറിച്ചോ അയാൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടായോ എന്നതിനെക്കുറിച്ചോ സിനിമയിൽ വ്യക്തമാക്കുന്നില്ല. കൂടാതെ ഹരിഹറിനെ പോലെ തന്നെ കുറ്റക്കാരായ പഞ്ചായത്തുകാരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. സത്യത്തിൽ പവൻ അവർക്ക് നല്ലൊരു ശിക്ഷ നൽകേണ്ടതായിരുന്നു. എന്തൊക്കെയായാലും ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയണേ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ നല്ല സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.